ഹായ് ഫ്രണ്ട്സ്, സപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ ഉണ്ണിമുത്തൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തിയേറ്ററിൽ വൻ വിജയമായി മാറിയ മലയാള സിനിമയായിരുന്നു മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലീവ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ സോണി ലീവിൽ ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 14-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തിയേറ്റർ വേഷം തന്നെയാണ് വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റുള്ള എന്താ പറയുക അൺകട്ട് വേഷം വരുമോ എന്നുള്ളത് അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും തിയേറ്റർ വേഷം തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് ഉണ്ടാകുക സോണി ലീവ് വഴി 14-ാം തീയതി. അടുത്ത സിനിമ എന്നുള്ളത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം സിനിമയാണ്. മനോരാജ്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോർ മാക്സ് വഴി ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 14-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബോബി ഓർ ഋഷി കി ലവ് സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ് ഫെബ്രുവരി മാസം 11-ാം തീയതി. അടുത്തത് വെങ്കടേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത ഒരു വൻ വിജയമായി മാറിയ സിനിമയാണ് സംക്രാന്തിക്ക് വസ്തുന എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ C5 OTT റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു സിനിമ ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് സീ തെലുങ്ക് വഴി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. സീ തെലുങ്കിൽ പ്രീമിയർ ചെയ്തതിന് ശേഷം മാത്രമേ C5 വഴി ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുള്ളൂ. എന്തായാലും മാർച്ച് മാസത്തിലൊക്കെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് രവി മോഹനും അതുപോലെ തന്നെ നിത്യ മേനോനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കാതലിക്ക നേരമില്ലേ എന്ന് പറഞ്ഞ സിനിമ. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഫെബ്രുവരി മാസം 11-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ടായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു കോമഡി സീരീസ് ആണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസ് ആണ്. ഊപ്സ് അബ് ക്യാ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഫെബ്രുവരി മാസം 20-ാം തീയതി ഹിന്ദി ഭാഷയിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. മൾട്ടി ലാംഗ്വേജിൽ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകൾ ഇനി വന്നിട്ടില്ല. ഓക്കെ, അടുത്തത് ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. സ്വീറ്റ് ഹേർട്സ് എന്ന് പറഞ്ഞ സീരീസ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സീരീസ് ഫെബ്രുവരി മാസം 13-ാം തീയതി ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഈ സിനിമയുടെ മൾട്ടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ. 2 വർഷം മുമ്പേ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ബാബു ആന്റണി, ജഗദീഷ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത യാമി ഗൗതം പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ധൂം ധാം എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഫെബ്രുവരി മാസം 14-ാം തീയതി ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്നതും ഇന്ന് റിലീസ് ചെയ്യുന്നതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതുമായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഇനിയും അപ്ഡേറ്റുകളുണ്ട്. അടുത്ത ദിവസങ്ങളിൽ OTT അപ്ഡേറ്റുകൾ, ഇനി അടുത്ത അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.